ദൈവത്തിന് സ്തോത്രം. ആന്റി, പുതിയ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഒരു സ്റ്റുഡന്റിനെ കാണുന്നുണ്ട്. പുതിയ സ്റ്റുഡന്റ് ആണോ ആന്റി? നമ്മുടെ ഷാജു സാറിന്റെ മോനാണ് സ്റ്റുഡന്റ്. ബ്രദറെ, പ്രൈസ് ലോർഡ്. സ്റ്റിൻസൺ ഷാജു. ഓക്കെ, ഷായ് സാറ് എന്റെ അധ്യാപകനാണ് ആയിരുന്നു. ഓക്കെ, നമുക്ക് എല്ലാവരും പഴയ സ്റ്റുഡൻസ് തന്നെയാണല്ലോ. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ? സന്തോഷമായിട്ടിരിക്കണം. നമുക്ക് ഇന്ന് പുതിയ സബ്ജക്റ്റ് ആണ് എനിക്ക് ഈ സെമ്മിൽ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 2 സെമ്മില് നമുക്ക് ലാംഗ്വേജ് ആയിരുന്നല്ലോ. ഈ സെമ്മില് യേശുക്രിസ്തുവിന്റെ ലൈഫ് ആൻഡ് ടീച്ചിങ്സ്. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങള് നിങ്ങൾ പോയിന്റ്സ് ഒന്ന് എഴുതിയെടുക്കണം. പോയിന്റ്സ് എഴുതിയെടുത്ത് നമുക്കിത് ശരിക്കും ബൈഹാർട്ട് ആക്കേണ്ട വിഷയമല്ല. ഇത് ഓരോ പോയിന്റ്സും മനസ്സിലാക്കി നമുക്കിത് ഗ്രഹിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഗ്രഹിച്ചറിയേണ്ട സബ്ജക്റ്റ് ആണ് ഈ പ്രാവശ്യത്തെ സബ്ജക്റ്റ്. അത് നമ്മുടെ ജീവിതത്തിൽ കൂടി അത് പ്രയോജനമാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ സാധാരണ മറ്റു സബ്ജക്റ്റുകളെ പോലെ ഇങ്ങനെ ബൈഹാർട്ട് ആക്കിയിട്ട് ഒന്നും വിടാതെ ബൈഹാർട്ട് ആക്കി വെക്കേണ്ട സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങള് ഒന്ന് പോയിന്റ്സ് എഴുതിയെടുത്താൽ പിന്നീട് അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് വ്യക്തമായിട്ടത് മനസ്സിലാകും. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമുക്കപ്പോ ഒരു എക്സാം എഴുതാനൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല ഈ വിഷയത്തില്. അപ്പോ യേശുക്രിസ്തുവിന്റെ ജീവിതം, ടീച്ചിങ്സ്, മിനിസ്ട്രി ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം യേശു എന്ന പേരിനെ കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശു എന്ന പേര്, യഥാർത്ഥ പേര് യഹോഷുവ എന്ന നമ്മള് ഹീബ്രു പഠിച്ചപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട്. യഹോഷുവ മശിഹായിക്ക് മഷിയ യഹോഷുവ എന്നാണ്. യഹോഷു ആ അങ്ങനെയാണ് വരുന്നത് ഹീബ്രുവിൽ എഴുതുമ്പോ. വായല്ല, യഹോഷു ആ എന്ന് വരും. അപ്പോ യഹൂദന്മാര് ബാബിലോൺ സാമ്രാജ്യത്തില് അടിമകളായിരുന്ന കാര്യം നമുക്കറിയാം. അതിനുശേഷം മേദ്യ പേർഷ്യ സാമ്രാജ്യത്തില് അടിമകളായിരുന്നു. അതിനുശേഷം ഗ്രീക്ക് സാമ്രാജ്യം, വീണ്ടും റോമൻ സാമ്രാജ്യം. ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിലെ അലക്സാണ്ടർ ചക്രവർത്തി ആയിരുന്നു ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് ആയിരുന്നത്. അപ്പോ ഈ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ പിടിച്ചടക്കി വന്നപ്പോൾ ആ ലോകത്തെ യവനവൽക്കരിച്ചു. നമുക്കറിയാം, ഒരേ ഭാഷ, ഗ്രീക്ക് ഭാഷ ലോകം മുഴുവൻ കൊണ്ടുവന്നു. ഗ്രീക്ക് ഫിലോസഫി, അതുപോലെ മെഡിക്കൽ സയൻസില്, സാഹിത്യത്തില് എല്ലാം യവനവൽക്കരിച്ചു. അങ്ങനെ ഗ്രീക്ക് യവനവൽക്കരണം വന്നപ്പോൾ യവന ഭാഷയും തത്വചിന്തയും സാഹിത്യവും കൂടെ ഇടകലർത്തിയിട്ട് വെസ്റ്റേൺ തിയോളജി ഉണ്ടായി. യവനവൽക്കരണം വന്നപ്പോൾ യവന ഭാഷയും തത്വചിന്തയും സാഹിത്യവും കൂടെ ഇടകലർത്തിയിട്ട് വെസ്റ്റേൺ തിയോളജി ഉണ്ടായി. അപ്പോ വെസ്റ്റേൺ തിയോളജി വന്നപ്പോ യേശു എന്ന പേര്, ജീസസ്, യേശു എന്ന പേരൊക്കെ ഉണ്ടായത് ഈ വെസ്റ്റേൺ തിയോളജി വന്നപ്പോഴാണ്. യഹോഷുവ എന്ന പേര് യേശു എന്നായി, ജീസസ് എന്നൊക്കെയായി. അത് ഈ യവനന്മാർക്ക് യവന ഭാഷയിലേക്ക് ബൈബിള് പരിഭാഷപ്പെടുത്തിയപ്പോൾ, ഹീബ്രുവിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയപ്പോൾ യവനന്മാർക്ക് അത് മനസ്സിലാകണം. അതിനായിട്ട് യവനന്മാരുടെ സുപ്രീം ഗോഡാണ് സിയൂസ് എന്ന ഗോഡ്. സിയൂസ് യവനന്മാരുടെ സുപ്രീം ഗോഡാ. അപ്പൊ അവർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ദൈവത്തെ, യഹോഷുവയെ സിയൂസ് എന്ന് വിളിച്ചു. സിയൂസ് എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ ഇത് ഇംഗ്ലീഷിലായപ്പോ ജീസസ് എന്നായി. അത് ഇംഗ്ലീഷിലേക്ക് ജീസസ്, യേശു എന്നൊക്കെയുള്ള പേരിലേക്ക്
അത് മാറുവാനായിട്ട് ഇടയായി. അപ്പൊ നമ്മൾ ഒരു ഹൈ നോളജിലേക്ക് വന്നു കഴിയുമ്പോ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ന് തന്നെയാണ് സാധാരണയായി നമ്മൾ പറയേണ്ടത്. ഈ യഹോശുവ എന്ന പേര് എടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് യഹോശുവയുടെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയൊരു ശക്തി വ്യാപരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു നോക്കിക്കേ, യഹോശുവയുടെ നാമത്തിൽ നിന്ന് അങ്ങനെ പറയുമ്പോ വലിയൊരു ആത്മശക്തി നമുക്ക് വ്യാപരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോ കർത്താവിന്റെ സമർപ്പണ, ഞാൻ ഇപ്പോ ഇത് ചുരുക്കമായിട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കയറാം. കർത്താവിന്റെ സമർപ്പണ ശുശ്രൂഷ, കർത്താവ് ജനിച്ചു, അതൊക്കെ വിശദമായിട്ട് വീണ്ടും പറയാട്ടോ. ഇപ്പോ പോയിന്റ്സ് ഒന്ന് പറഞ്ഞു. കർത്താവ് ജനിച്ചു, കർത്താവിന്റെ സമർപ്പണ ശുശ്രൂഷ വന്നപ്പോൾ ദൈവാലയത്തിൽ കൊണ്ടുപോകുകയാണ്. കർത്താവിനെ ദൈവാലയത്തിൽ കൊണ്ടുപോയപ്പോ അവിടെ ദൈവാലയത്തിൽ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. ശിമിയോൻ എന്ന് പറയുന്ന ആ മശിഹായെ കാത്തിരിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ശിമിയോൻ എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പൊ അവര് കർത്താവിനെ ഈ ശിമിയോൻ കയ്യിലേന്തിയിട്ട്, ഈ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ആ യേശുക്രിസ്തുവിനെ ദൈവാലയത്തിൽ കൊണ്ടുപോകുന്നതും അങ്ങനെ ശിമിയോനെയും ഹന്ന എന്ന പ്രവാചികയും ഒക്കെ കാണുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാം അധ്യായത്തിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 2-ന്റെ 28-ാം വാക്യത്തിലാണ് ശിമിയോൻ കർത്താവിനെ കയ്യിലേന്തിയിട്ട് അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഈ ശിമിയോൻ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, കർത്താവിനെ കാണാതെ ശിമിയോൻ മരിക്കില്ല എന്നുള്ളൊരു. അപ്പൊ കർത്താവിനെ ദൈവാലയത്തിലേക്ക് യോസഫും മറിയയും കൂടി സമർപ്പണ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവരുമ്പോൾ കയ്യിലേന്തിയിട്ട് പറഞ്ഞു, സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന എന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന്. അതുപോലെ തന്നെ ഹന്ന പ്രവാചകിയും യെരുശലേമിന്റെ വീണ്ടെടുപ്പിനായിട്ട് കാത്തിരിക്കുന്ന എല്ലാവരോടും കർത്താവിനെ കുറിച്ച് പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിതാവായ ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ മർമ്മമായിരുന്നു യേശുക്രിസ്തു. പിതാവായ ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ മർമ്മമായിരുന്നു യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിനെ പിതാവ് നമുക്ക് തന്നുകൊണ്ട് ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു സംഭവമുണ്ട്. പുരാണങ്ങളില് ഈ പ്രജാപതിയെ കുറിച്ചൊക്കെ ഒരു സമയത്ത്, ഇപ്പൊ അത് അത്രയും കേൾക്കുന്നില്ല, ഒരു കാലഘട്ടങ്ങളില് പ്രജാപതിയെ കുറിച്ചൊക്കെ വളരെയധികം കേട്ടിരുന്നു. ആ പ്രജാപതി തന്നെയാണ് യേശുക്രിസ്തു എന്നൊക്കെ പഠിപ്പിച്ചിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ മൂവാറ്റുപുഴ ബൈബിൾ കോളേജില് ഒരു ദൈവദാസൻ വന്നിട്ട്, അതായത് യോസഫ് എന്ന് പറഞ്ഞ കോതമംഗലത്തുള്ള ഒരു ദൈവദാസൻ വന്നിട്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുക തന്നെ ചെയ്തു. അങ്ങനെ പ്രജാപതിയെ കുറിച്ച് ഒരു കാലഘട്ടങ്ങളിൽ ഇങ്ങനെ വളരെയധികം പ്രസംഗങ്ങൾ, വളരെയധികം പഠിപ്പിക്കലുകളൊക്കെ നടന്നിരുന്നു. പക്ഷെ ഈ പുരാണങ്ങളിൽ കാണുന്ന പ്രജാപതി അല്ല നമ്മുടെ കർത്താവ്. ഒരിക്കലും. അതുപോലെ ഇസ്ലാം മതത്തിലാണെങ്കിൽ ഇങ്ങനെ കാണുവാനായിട്ട് ഈസാ നബി, ആ ഈസാ നബിയോ പുരാണങ്ങളിൽ കാണുന്ന പ്രജാപതിയോ അല്ല യേശുക്രിസ്തു. ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷകനായ കർത്താവ്. അപ്പൊ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ആരായിരുന്നു? ഈ യേശുക്രിസ്തു ലോകത്തിന്റെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവത്തിന്റെ അടുക്കലുള്ള ശില്പിയായിരുന്നു കർത്താവ്. യേശുക്രിസ്തു സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, സകലവും അവനായും സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ കൊലോസ്യ ലേഖനത്തില്
വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ യേശുക്രിസ്തു ആരായിരുന്നു? ഒരു പ്രവാചകനായിരുന്നു. പഴയ നിയമത്തിൽ പ്രവാചകനായിരുന്നു എന്ന് എന്താ തെളിവ്? മോശ പറയുന്നുണ്ട് അല്ലേ? മോശ പറയുന്നുണ്ട്, എന്നെ പോലും ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരുമെന്ന് മോശ പറയുന്നുണ്ട്. നസ്രത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനായ ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ആരായി? രക്ഷിതാവായി. യേശുക്രിസ്തുവിന്റെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി തീർത്തിട്ട് യേശുക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട് ക്രൂശില് സകലവും നിവൃത്തിയായി. ആ രക്ഷാപ്രവർത്തനം ക്രൂശില് പൂർത്തിയായി. അപ്പൊ നമുക്കൊരു സംശയം വരാം അല്ലെ? കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം അധ്യായം 24-ാം വാക്യത്തില് ഞാൻ തന്നെ വായിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു എന്ന്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. അപ്പൊ ക്രിസ്തു കഷ്ടം അനുഭവിച്ച് തീർന്നില്ലേ? ഒരു പൂർത്തീകരണം അവിടെ വരുത്തിയില്ലേ? കർത്താവ് ക്രൂശില് മുഴുവൻ കഷ്ടവും അനുഭവിച്ചില്ലേ? അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് വരാം അല്ലേ? അതിന്റെ ബാലൻസ് പൗലോസ് തന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, ക്രിസ്തു അപ്പൊ ക്രൂശില് കഷ്ടം അനുഭവിച്ച് പൂർത്തിയാക്കിയില്ലേ? പക്ഷെ സകലത് നിവൃത്തിയായി എന്ന് ക്രൂശിൽ കർത്താവ് പറയുമ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് ഈ വാക്യം വന്നു? അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കഷ്ടം ക്രൂശിൽ പൂർത്തീകരിച്ചു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇനി നമുക്ക് ഒന്നും ചെയ്യണ്ട, ഒരു കഷ്ടതയും നമ്മൾ അനുഭവിക്കേണ്ട. മുഴുവൻ കഷ്ടതയ്ക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മുഴുവൻ കഷ്ടതയും യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു തീർത്തു. പക്ഷേ കർത്താവിന്റെ സഭ, കർത്താവിന്റെ ശരീരമാകുന്ന സഭയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ ഭക്തനും കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ ഭക്തനും കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. പൗലോസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ഞാൻ കൂടുതൽ വിശദമായിട്ട് പൗലോസിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല, നമ്മൾ യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രി ഒക്കെയാണ് പറഞ്ഞു വരുന്നത്. എങ്കിലും പൗലോസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ പൗലോസ് ശരീരത്തിൽ വളരെയധികം കഷ്ടങ്ങൾ അനുഭവിച്ചു അല്ലെ? പൗലോസ് അനുഭവിച്ചതുപോലെയുള്ള കഷ്ടങ്ങൾ ഒരു ഭക്തനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. അത്രമാത്രം കഷ്ടങ്ങൾ പൗലോസ് തന്റെ ശരീരത്തിൽ അനുഭവിച്ചു. അതാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി. കണ്ടോ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നമുക്ക് ഒരു വിശ്വാസിയെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ, ആ ക്രിസ്തു എന്ന തലയോളം വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നമ്മൾ അതിൽ കഷ്ടം അനുഭവിച്ചേ മതിയാകും. ഓരോ സുവിശേഷകര് പലയിടങ്ങളിലും കഷ്ടം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി, ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഇപ്പൊ ദൈവദാസന്മാരെ, പാസ്റ്റർമാരെ ഒക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ, ആ പാസ്റ്റർമാരുടെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസികളെ വളർത്തിക്കൊണ്ട് വരുവാൻ ആ പാസ്റ്റർമാര് വളരെയധികം കഷ്ടങ്ങൾ അനുഭവിച്ചാൽ മാത്രമാണ് അവരെ ആ ഒരു പൂർത്തീകരണത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് കഴിയുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കഷ്ടത. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി കർത്താവ്, അതായത് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം, അത് വ്യക്തമായി മനസ്സിലാവും. ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ പ്രസവിക്കുന്നത് വരെ ആ അമ്മയ്ക്ക് ആ വേദനയുണ്ട്. ആ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ആ വേദന തീർന്നു, പ്രസവത്തിന്റെ ആ വേദന തീർന്നു. പിന്നെ ആ അമ്മയ്ക്ക് വേദനയില്ലേ? കുഞ്ഞിനെ പ്രതി വേദനയുണ്ട്. എങ്ങനെ?
ആ കുഞ്ഞിനെ വളർത്തി ഒരു പക്വതയിലേക്ക്, ഒരു പാകതയിലേക്ക് വളർത്തിക്കൊണ്ടു വരുന്നത് വരെ ആ അമ്മയ്ക്ക് വേദനയുണ്ട്, ആ ടെൻഷനായിരിക്കും. ആ ഒരു പക്വതയിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നത് വരെ അമ്മയ്ക്ക് ആ ഒരു വേദന ഉള്ളതുപോലെ കർത്താവിന് ഈ സഭയാകുന്ന നമ്മൾ ആ ക്രിസ്തു എന്ന തലയോളം ആ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽക്കുന്നത് വരെ കർത്താവിന് വേദനയുണ്ട്. ആ വേദനയാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് നമ്മുടെ ശരീരത്തില് നമ്മൾ പൂരിപ്പിക്കുന്നത്. അപ്പോ നമ്മള് പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോയി അല്ലേ? യേശുക്രിസ്തുവിന്റെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി തീർത്തിട്ട് സകല നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോഴാണ് ആ വിഷയത്തിലേക്ക് പോയത്. അപ്പൊ പിതാവിന്റെ അടുക്കിലേക്ക് ആ സകലവും നിവൃത്തിയായിട്ട് കർത്താവ് പോയി. ഇപ്പോൾ മഹാപുരോഹിതനായിട്ട്, മധ്യസ്ഥനായിട്ട് കർത്താവ് പിതാവിന്റെ ഭാഗത്ത് ഉണ്ട്. ഒരു കാര്യസ്ഥനായിട്ട്, നമ്മൾ കാര്യസ്ഥനായി പരിശുദ്ധാത്മാവിനെ പറയുന്നുവെങ്കിലും കർത്താവ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്ന ഒരു കാര്യസ്ഥനായിട്ട്, നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു കാര്യസ്ഥനായിട്ട്, മധ്യസ്ഥനായിട്ടും മഹാപുരോഹിതനായിട്ടും പിതാവിന്റെ വലതുഭാഗത്ത് കർത്താവുണ്ട്. അപ്പൊ സഭ സ്വർഗത്തിൽ ചെല്ലുമ്പോ കർത്താവ് ആരാ? സഭയുടെ കാന്തനാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോ സഭയുടെ കാന്തനാണ്. സഭയുടെ വിവാഹശേഷം പിതാവ് ചക്രവർത്തിയായിട്ട്, രാജാതി രാജാവായിട്ട് യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്യുന്നു. ആ വിവാഹശേഷം പിതാവ് ചക്രവർത്തിയായിട്ട് അല്ലെങ്കിൽ രാജാതി രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. അതിന്റെ വാക്യം ഏതാ? നീ എൻ്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വാക്യത്തിന്റെ അർത്ഥം ഇതാണ്: ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ജനിച്ച ആളല്ല, യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്. അപ്പോ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നാം. ഇന്ന് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വാക്യം വെച്ചിട്ടൊക്കെ മറ്റു മതത്തിലുള്ളവരൊക്കെ നമ്മോട് പലരും വാദിക്കാനും തർക്കിക്കാനൊക്കെ വരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു പൂർണ്ണ ദൈവമല്ല, ജനിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇതിന്റെ അർത്ഥം ഇതാണ്: നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ചക്രവർത്തിയായിട്ട്, രാജാതി രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അത് ആ പ്രവചനം നിറവേറിയിട്ടില്ല. ഈ പ്രവചനം സഭയുടെ വിവാഹശേഷം, സഭ സ്വർഗത്തിൽ ചെന്ന് സഭയുടെ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കും, കല്യാണ സദ്യ ഭൂമിയിൽ വെച്ച് നടക്കും. പിന്നീട് വെള്ളസിംഹാസനത്തിന്റെ മുന്നിൽ യേശുക്രിസ്തു ആരാ? ന്യായാധിപനാണ് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ. അപ്പൊ നമ്മൾ യേശുക്രിസ്തു ആരാന്ന് ഒക്കെ പഠിച്ചു. പ്രവാചകനായ ക്രിസ്തുവാണ്, രക്ഷിതാവാണ്, മഹാപുരോഹിതനാണ്, മധ്യസ്ഥനാണ്, രാജാതി രാജാവാണ്, ന്യായാധിപനാണ്. വീണ്ടും കാലസമ്പൂർണത വന്നപ്പോ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ അതെന്താണ് ഈ കാലസമ്പൂർണത? നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പറയും സാമൂഹ്യപരമായും സാഹിത്യപരമായും ഭാഷാപരമായും സാംസ്കാരികമായും എല്ലാം ലോകം അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നപ്പോൾ അതാണ് കാലസമ്പൂർണത. പക്ഷെ നമുക്ക് വിശദമായിട്ട് ഈ കാലസമ്പൂർണ എന്താന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പൊ യേശുവിന്റെ ജനനത്തിന് ശേഷം വിദ്വാൻമാര് വന്നു അല്ലേ? വിദ്വാൻമാര് സാധാരണ ഈ മതസമൂഹങ്ങളിലെല്ലാം സമുദായങ്ങളിലെല്ലാം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് വിദ്വാൻമാര് പോയി യേശുവിനെ കാഴ്ചവെച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവർ അറേബ്യൻ പണ്ഡിതന്മാരായിരുന്നു. അറേബ്യയിൽ നിന്നുള്ള പണ്ഡിതന്മാരായിരുന്നു യേശു ക്രിസ്തുവിന് കാഴ്ചവെച്ച് വിദ്വാൻമാര്.
അത് പൊന്ന്, മൂര്, കുന്തിരിക്കം, ഇതൊക്കെ അറേബ്യൻ പ്രോഡക്ട്സ് ആണ്. അറേബ്യൻ പണ്ഡിതന്മാരായിരുന്നു അവര്. അപ്പോ ഇവര് രാജാവിനെ അന്വേഷിച്ച് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്നു. അവിടെ കാണാതെ പുൽത്തൊട്ടിയിൽ, ബേത്ലഹേമില് പുൽത്തൊട്ടിയിൽ യേശുക്രിസ്തുവിനെ കണ്ട് യേശുക്രിസ്തുവിനെ അവന്റെ അമ്മയോടും ജോസഫിനോടും ഒപ്പം യേശുവിനെ കണ്ട് യേശുവിനെ നമസ്കരിച്ചു. അവരെ നമസ്കരിക്കുകയല്ല, അവനെ നമസ്കരിച്ചു. ഈ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നതിനൊക്കെ തെളിവ് എന്താണെന്ന്. നമുക്ക് തെളിവ് അന്വേഷിക്കുകയാണെങ്കിൽ ഒന്ന് യഹൂദന്മാരുടെ വിശ്വാസം. പഴയ നിയമത്തില് യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെയധികം പ്രവചനങ്ങള് ഉണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്. പിന്നെ ഏൻഷ്യൻ പ്രോഫസി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം യേശുവിനെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ എവിടെയാ ഹിസ്റ്ററി, ചരിത്രം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. മോഡേൺ സയൻസ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ഈ മോഡേൺ സയൻസ് ഒക്കെ എങ്ങനെ പറയുന്നു എന്ന് നമുക്ക് പിന്നാലെ കാണുവാനായിട്ട് കഴിയും. പൊന്ന്, മൂര്, കുന്തിരിക്കം ഇവ കാഴ്ചവെച്ചപ്പോ പൊന്ന് രാജാവിനെ കാണിക്കുന്നു. മൂര് ഹ്യൂമൻ നേച്ചറിനെ, മനുഷ്യത്വത്തെ കാണിക്കുന്നു. കുന്തിരിക്കം ദൈവത്വത്തെ കാണിക്കുന്നു. ഈ 3 പേര് പറഞ്ഞിരിക്കുന്ന ചരിത്രം പാരമ്പര്യം പറയുന്നതാട്ടോ, നമ്മുടെ ബൈബിൾ പറയുന്നതല്ല, ട്രഡീഷൻ പറയുന്നതാണ്. 3 പേര് ഏത് വംശക്കാരായിരുന്നു എന്ന്. ഇവരുടെ പേരുകള് ഞാൻ പറയാ. മെൽഖിയർ, ഒരാളുടെ പേര് മെൽഖിയർ, അത് ഷേമിന്റെ വംശം. മെൽഖിയർ ഷേമിന്റെ വംശം. മെൽഖിയർ ഷേമിന്റെ വംശം. അടുത്തത് കാസ്പർ, ഹാമിന്റെ വംശം. അടുത്തത് ബാൽടെസാർ, യാഫേത്തിന്റെ വംശം. യാഫേത്തിന്റെ വംശം. മെൽഖിയർ ഷേമിന്റെ വംശം, കാസ്പർ ഹാമിന്റെ വംശം, ബാൽടെസാർ യാഫേത്തിന്റെ വംശം. ഒരു സംശയം ചോദിക്കട്ടെ. പൊന്ന രാജ്യത്വത്തെയും മൂര് പ്രവാചകത്വത്തെയും കുന്തിരിക്കം പൗരോഹിത്യത്തെയും അല്ലേ കാണിക്കണേ? പക്ഷെ ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്, പൊന്ന് രാജാവിനെയും മൂര് ഹ്യൂമൻ നേച്ചർ, മനുഷ്യത്വത്തെ, കുന്തിരിക്കം ദൈവത്വത്തെ, അങ്ങനെയാണ് പഠിച്ചത്. ഇനിയും അറിവുള്ള അധ്യാപകരോട് ഒന്നുകൂടെ ചോദിച്ചു നോക്കിയാൽ അറിയാം. ഞങ്ങളൊക്കെ പഠിച്ചത് ഇങ്ങനെയാ. ഞാൻ അത് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ബൈബിൾ കോളേജുകളിൽ പഠിച്ചു. മൂര് പ്രവാചകത്വത്തെയും കുന്തിരിക്കം പൗരോഹിത്യത്തെയും കാണിക്കുക. പുരോഹിതനാണെന്നുള്ളത്. രാജാവ് പുരോഹിതനും പ്രവാചകനും രാജാവും ആണല്ലോ. അതെ. അങ്ങനെ തന്നെ ഞാനും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയും പഠിച്ചു. അപ്പോ അതെ, ഒന്ന് അന്വേഷിക്കാം. നമുക്ക് അത് അറിവുള്ള അധ്യാപകരോട് ഒന്നുകൂടെ വേണമെങ്കിൽ ചോദിച്ച് ഡൗട്ട് തീർക്കാലോ. അപ്പോ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാനായിട്ട് ദൈവം ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാനായിട്ട് ആദ്യം ചെയ്തത് യഹൂദന്മാരെ അങ്ങ് ചിതറിച്ചു.
യഹൂദന്മാരെ ചിതറിച്ചപ്പോ യഹൂദൻ പോയിടത്തെല്ലാം സിനഗോഗുകൾ സ്ഥാപിച്ചു. പോയ സ്ഥലങ്ങളിലെല്ലാം യഹൂദൻ സിനഗോഗുകൾ സ്ഥാപിച്ചിട്ട് അനേക ആളുകള് യഹൂദ വിശ്വാസത്തിൽ ആകൃഷ്ടരായി. അപ്പോ യഹൂദ വിശ്വാസം എന്ന് പറയുമ്പോൾ ഏകദൈവ വിശ്വാസമാണല്ലോ. ഏകദൈവ വിശ്വാസത്തില് അനേക ആളുകള് ആകൃഷ്ടരായി. ഒരു മശിഹായെ കാത്തിരിക്കുന്ന ഒരു രാജാവായിട്ട് ഒരു മശിഹ വരുമെന്നും അത് ലോകത്തെ ഭരിക്കാൻ വരുമെന്നുള്ള ഒരു ബോധ്യം ലോക ജനതയ്ക്കുണ്ടായി. ഈ യഹൂദന്മാരുടെ വിശ്വാസം മൂലം അനേകര് യഹൂദ വിശ്വാസത്തിലേക്ക് വരികയും അവരുടെ പഠനത്തിലൂടെ ഒരു മശിഹായെ കാത്തിരിക്കുന്നതെന്നും ഒരു രാജാവ് ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു രാജാവ് വരുമെന്നുള്ളൊരു വിശ്വാസം ലോകത്തിന് ഉണ്ടായി. അപ്പോ അവർക്ക് മനസ്സിലായി ദൈവം അദൃശ്യനാണെന്നും വിഗ്രഹങ്ങളിൽ കൂടി ദൈവത്തെ കാണാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായി. ഈ ജനത്തിന് അത് യഹൂദന്മാരുമായിട്ടുള്ള ഇടപഴകലിലൂടെ ഈ പഠനത്തിലൂടെയാണ് അവർക്കത് മനസ്സിലായത്. അപ്പോ ഈ ഗ്രീക്ക് സാമ്രാജ്യം നിലയിൽ വന്നു കഴിഞ്ഞപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ ഗ്രീക്കായിരുന്നു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് ലോകം എങ്ങനെ ഒരുങ്ങി എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ ഗ്രീക്കായി. ലോകം മുഴുവൻ ഗ്രീക്ക് ഭാഷ, അലക്സാണ്ടർ ലോകം മുഴുവൻ കീഴടക്കി ഗ്രീക്ക് ഭാഷ കൊണ്ടുവന്നു. ഏറ്റവും വലിയ ഫിലോസഫി ഗ്രീക്കിലായിരുന്നു. ഏറ്റവും വലിയ ഫിലോസഫി ഉണ്ടായത് ഗ്രീക്കിലായിരുന്നു. അപ്പൊ അലക്സാണ്ടർ കീഴടക്കി, യൂറോപ്പിലെ നല്ലൊരു ഭാഗം കീഴടക്കി, ഈജിപ്റ്റ് കിഴക്കോട്ട് യാത്ര ചെയ്ത് പേർഷ്യ പിടിച്ചടക്കി, ഇന്ത്യ വരെ വന്നു. ഏഷ്യയില് ഇന്ത്യ വരെ അലക്സാണ്ടർ വന്നു. സിവിലൈസ്ഡ് വേൾഡ് മുഴുവൻ കീഴടക്കി. ഒരു ഭാഷ, ഒരു ശാസ്ത്രം, ഒരു തത്വചിന്ത, ഇതെല്ലാം ഉണ്ടായി. ലോകം മുഴുവൻ ഒരു സംസ്കാരത്തിൻ കീഴിലാക്കി. ശക്തമായ ഭരണ സംവിധാനത്തിന് കീഴില് ലോകം വന്നു. ഒരു ഭാഷയുടെ കീഴിലായി. ഏറ്റവും വലിയ ഭാഷയായ ഒരു ഭാഷയുടെ കീഴിലേക്ക് ലോകം വന്നു. വീണ്ടും ഗ്രീക്ക് സാമ്രാജ്യത്തിന് ശേഷം വന്നതാണ് റോമൻ സാമ്രാജ്യം. ഇതൊക്കെ ചുരുക്കമായിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് സബ്ജക്റ്റ്, നമ്മുടെ ടോപ്പിക് ഇനി കിടക്കുന്നതേ ഉള്ളൂ. അപ്പോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. റോമൻ സാമ്രാജ്യത്തിന് കീഴിലായി കഴിഞ്ഞപ്പോൾ ഈ ഇസ്രായേലിലെ വടക്കുള്ള സിറിയ, തെക്കുള്ള ഈജിപ്റ്റ്, ഇതെല്ലാം രാജ്യത്തിന്റെ കീഴിലായി. ഇസ്രായേല് റോമന്റെ കീഴിലായി. അപ്പൊ റോമിൽ നിന്നൊന്നും ഒരു നല്ല ഭരണമൊന്നും ഇസ്രായേലിന് കിട്ടിയില്ല. അവരുടേതായ ആ ഒരു അടിമത്തത്തിൽ ആയിരുന്നു ഇസ്രായേല്. അതിൻ്റെതായ ദോഷവശങ്ങളെല്ലാം ഇസ്രായേലിന് സഹിക്കേണ്ടതായിട്ട് വന്നു എന്ന് തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് യേശുക്രിസ്തുവിനെ ദൈവം പരസ്യമായി നിർത്താൻ പോകുക. ആ നിർത്തുന്നതിന് വേണ്ടിയിട്ട് യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ലോകം ഒരുങ്ങണം. അതിനായിട്ട് യേശുക്രിസ്തു ജനിക്കുന്ന ഈ സ്ഥലവുമായിട്ട് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങൾക്കും ബന്ധപ്പെടാനുള്ള മാർഗം, ഒരു യാത്രാ സൗകര്യം ഉണ്ടായിരിക്കണം. അന്ന് നിലനിൽക്കുന്ന ലോകത്തിന്റെ മധ്യഭാഗത്തായിരിക്കണം ഈ സംഭവം നടക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ ജനനവും മരണവും എല്ലാം നടക്കേണ്ടത് അന്ന് നിലനിൽക്കുന്ന ലോകത്തിന്റെ മധ്യഭാഗത്തായിരിക്കണം. അത് മാത്രമല്ല, ഈ മറ്റു സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ സ്ഥലത്തേക്ക് ഒരു യാത്രാ സൗകര്യം ഉണ്ടായിരിക്കണം. ഒന്ന്, അന്ന് നിലനിൽക്കുന്ന ലോകത്തിന്റെ മധ്യഭാഗത്തായിരിക്കണം ഈ സംഭവം നടക്കേണ്ടത്. അത് എന്തിനു വേണ്ടിയാണ്?
ഈ സംഭവം ലോകം മുഴുവൻ എത്തുന്നതിന് വേണ്ടിയിട്ട് യേശുവിന്റെ ജനനവും മരണവും ക്രൂശീകരണവും എല്ലാം ലോകം മുഴുവൻ എത്തണം. അപ്പോ മാത്രമാണ് രക്ഷ ലോകം മുഴുവൻ എത്തുകയുള്ളൂ. അത് മാത്രമല്ല, ആ സ്ഥലം ലോകത്തിലെ മുഴുവൻ ആളുകളും നിരന്തരം സന്ദർശിക്കുന്ന സ്ഥലമായിരിക്കണം. ലോകത്തിലെ മുഴുവൻ ആളുകളും നിരന്തരം സന്ദർശിക്കുന്ന സ്ഥലമായിരിക്കണം. എങ്കിലാണ് രക്ഷ സകല ജാതികളിലും എത്തുകയുള്ളൂ. അപ്പൊ ഈ ലോകത്തിലെ മുഴുവൻ ആളുകളും എങ്ങനെയാ ഈ സ്ഥലമൊക്കെ സന്ദർശിക്കുന്നത്? എങ്ങനെയാ? അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യാപാരങ്ങൾക്ക് വേണ്ടിയിട്ട്, കച്ചവടത്തിന് വേണ്ടിയിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ ഗ്രീക്കിലേക്ക്, അതായത് ഗ്രീക്കിൽ കൊരിന്ത് പട്ടണത്തിലേക്കൊക്കെ ജനങ്ങൾ കടന്നു വരുമായിരുന്നു. അവിടെയൊക്കെ ഈ കൊരിന്ത് പട്ടണത്തിലൊക്കെ വലിയ വ്യാപാര സംഘടനകൾ, വ്യാപാരങ്ങളെല്ലാം നടന്നിരുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പൊ ഈ പൗലോസൊക്കെ ലേഖനങ്ങൾ എഴുതുമ്പോ നമുക്ക് പഠിക്കുമ്പോ മനസ്സിലാക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ പൗലോസ് ആദ്യം എഴുതിയ ലേഖനം എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്ക ലേഖന. ഈ തെസ്സലോനിക് എഴുതിയതല്ല, ആദ്യം സ്ഥാപിച്ച അതായത് ആദ്യം ഉണ്ടായ സഭ തെസ്സലോനിക്ക സഭ. പൗലോസ് സുവിശേഷം പറഞ്ഞ് ആദ്യം ഉണ്ടായ സഭ തെസ്സലോനിക്ക സഭയാ. അപ്പൊ ആ തെസ്സലോനിക്ക ലേഖനമൊക്കെ പഠിച്ചു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു സംഭവമുണ്ട്. അവിടെ വ്യാപാരത്തിനായിട്ട് കടന്നു വരുന്ന, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കച്ചവടത്തിനായിട്ട് കടന്നു വരുന്ന ആളുകള് ഈ തെസ്സലോനിക്കക്കാരുടെ വിശ്വാസം കണ്ടിട്ട് ഒരു പ്രത്യേക ജനതയാണല്ലോ ഇവരെന്ന് അവര് മനസ്സിലാക്കിയിട്ട്, അവർ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ളൊരു വിശ്വാസമാണ് അവരില്, വിശ്വാസവും ജീവിതവും അവരിൽ കണ്ടിട്ട് ഇവിടെ നിന്ന് പോകുന്ന ആളുകള് അവരുടെ നാട്ടിൽ ചെന്നിട്ട് ഈ വിശ്വാസത്തെക്കുറിച്ചും ഈ ജനതയെക്കുറിച്ചൊക്കെ പറയുവാനായിട്ടിടയായി. അങ്ങനെ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും ഈ വിശ്വാസികൾ ഉണ്ടായി. അതാണ് അവരുടെ വിശ്വാസം ലോകം മുഴുവൻ എത്തുന്നതിനെ കുറിച്ചൊക്കെ, അതിനായി ദൈവത്തിന് പൗലോസ് സ്തോത്രം ചെയ്തതൊക്കെ അത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തിലെ മുഴുവൻ ആളുകളും നിരന്തരം സന്ദർശിക്കുന്ന സ്ഥലമായിരിക്കണം ഈ യേശുക്രിസ്തുവിൻ ജനിക്കുന്ന സ്ഥലം. അപ്പൊ ഇങ്ങനെ കച്ചവടത്തിനായിട്ട് ആളുകൾ വരുമ്പോൾ ഈ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ്, ഈ സ്ഥലമായിരിക്കണമെന്നാണ് പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ എങ്കിലാണ് ഈ രക്ഷ സകല ജാതികളിലും എത്തുകയുള്ളൂ. ഈ ലോകം മുഴുവൻ റോമിന്റെ കീഴിലായി കഴിഞ്ഞപ്പോ ഒരു സംഭവം ഉണ്ടായത് എന്നാ വെച്ചാൽ, ഈ റോമൻ പൗരത്വമുള്ള ആളുകളുണ്ടല്ലോ, യഹൂദന്മാരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, വിശ്വാസികളുണ്ട്. റോമൻ പൗരത്വമുള്ളവര്, അവർക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു റോമൻ പൗരത്വമുള്ള ആളുകൾക്ക്. അങ്ങനെയാണ് പൗലോസിന് റോമൻ പൗരത്വം ഉണ്ടായിരുന്നു. പൗലോസിന് ലോകം മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷം പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായത്. റോമൻ പൗരത്വം ഉള്ളവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അവർ കൊടുത്തത്. അപ്പൊ ഈ അപ്പോസ്തലന്മാർക്കൊക്കെ ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോ അങ്ങനെ റോമക്കാര് ഓരോ സ്ഥലങ്ങള് ഇതുപോലെ അവരുടെ കീഴിലാക്കി കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് പ്യൂണിക് വാർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പ്യൂണിക് വാറിലൂടെയാണ് അവർ കാർത്തേജ് എന്ന സ്ഥലം പിടിച്ചെടുക്കുന്നത്. കാർത്തേജ് എന്ന, ഞാൻ ഓർക്കുന്നു, ഞാൻ BTH പഠിക്കുന്ന സമയത്ത് നമ്മുടെ അനിൽ കൊടുത്തോട്ടം സാറ് ഈ കാർത്തേജും റോമും തമ്മിലുള്ള ആ ചരിത്രം ഒന്ന് എഴുതുവാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു. പക്ഷെ കാർത്തേജ് എന്താന്ന് പോലും അറിയില്ലായിരുന്നു അന്ന്. ക്വസ്റ്റ്യൻ അല്ല, ഒരു അസൈൻമെന്റാ തന്നത്. ആ കാർത്തേജ് എന്താന്ന് പോലും അറിയില്ല. പിന്നീടാണ് ഈ കാർത്തേജിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഈ കാർത്തേജില് കാനബിലിസം എന്ന് പറയുന്ന ഒരു സംഭവം നിലനിന്നിരുന്നു. കാനബിലിസം, CANABILISM
BI കാനബിലിസം, BLISM കാനബിലിസം. കാനബിലിസം, BILISM കാനബിലിസം. അത് എന്താന്ന് വെച്ചാൽ മനുഷ്യനെ കൊന്നു തിന്നുന്ന ഒരു ട്രൈബൽ ലോ ആയിരുന്നു അത്. മനുഷ്യനെ കൊന്നു തിന്നുന്ന ഒരു ട്രൈബൽ ലോ. ഈ റോമാക്കാര് പ്യൂണിക് വാറിലൂടെ കാർത്തേജിനെ പിടിച്ചെടുത്തപ്പോ ഈ ലോ തുടച്ചു മാറ്റി അവര്. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, യേശുവിന്റെ വരവിന് വേണ്ടി ലോകം ഒരുങ്ങുന്നതിന്റെ ഭാഗമായാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പ്യൂണിക് വാറിലൂടെ കാർത്തേജിനെ റോമാക്കാര് പരാജയപ്പെടുത്തി അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന ക്യാബനിലിസം എന്ന ലോ തുടച്ചു മാറ്റി. പിന്നെ റോമാക്കാര് കൊണ്ടുവന്ന മറ്റൊരു കാര്യം, ഒരു ലീഗൽ സിസ്റ്റത്തിലേക്ക് അവര് കൊണ്ടുവരികയാണ്. രാജ്യത്തെ ഒരു ലീഗൽ സിസ്റ്റം, ആദ്യം നിലനിന്നിരുന്ന ഒരു ലീഗൽ സിസ്റ്റം ഉണ്ടായിരുന്നു, ഗ്രീക്കിന്റെ ഒരു ലീഗൽ സിസ്റ്റം നിലനിന്നിരുന്നത്. അതിനകത്ത് ആർക്കും ഒരു നീതി കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു. ഗ്രീക്കിൽ നിലനിന്നിരുന്ന ആർക്കും ഒരു നീതി കിട്ടത്തില്ലായിരുന്നു. വീണ്ടും റോമാക്കാരൊരു ലീഗൽ സിസ്റ്റം കൊണ്ടുവന്നു. നീതിന്യായ കോടതികള് നിലവിൽ വന്നു. പിന്നെ റോമൻ ലോ വന്നു. അതുപോലെ തന്നെ ഒരു ലീഗൽ സിസ്റ്റം വന്നപ്പോൾ വേദപുസ്തകത്തിലെ ലീഗൽ സിസ്റ്റത്തിന് റോമിന് തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. അവരുടെ ഇടയില് റോമിന്റെ ഒരു ലീഗൽ സിസ്റ്റം വന്നപ്പോൾ നമ്മുടെ വേദപുസ്തകത്തിലെ ലീഗൽ സിസ്റ്റത്തെ അവർക്ക് തള്ളിക്കളയാനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെ വേദപുസ്തകത്തിൽ ഒരു നിയമം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തെ തള്ളിക്കളയാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ലോകത്തിലെ മുഴുവൻ ആളുകളെയും കണക്ട് ചെയ്യാനായിട്ട് ഇവർ ഒരു സീ റൂട്ട് പണിതു. ഒരു നാഗരികത ഇവർ ഉറപ്പാക്കി. ലോകത്തിലെ മുഴുവൻ ആളുകളെയും കണക്ട് ചെയ്യത്തക്കവണ്ണം ഒരു സീ റൂട്ട്, ഒരു കടൽപാത. ലോകത്തിന്റെ നാഗരികത ഇവരിങ്ങനെ ഉറപ്പാക്കുകയാണ്. നഗരവാസികള് എല്ലാവരും ജോലി ചെയ്യാൻ തുടങ്ങി. ഈ ജോലി എല്ലാം കഴിഞ്ഞു വന്നു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? വേദപുസ്തകം വായിക്കും. ഈ ആളുകളെല്ലാം ജോലി കഴിഞ്ഞ് വന്നിട്ട് വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. ഇപ്പോ ഈ കാർത്തേജ് നിലനിൽക്കുന്നത് ടുണീഷ്യ, ഈജിപ്തിന്റെ അടുത്തായ ഒരു സ്ഥലമാണ്. ടുണീഷ്യ എന്ന സ്ഥലത്താണ് ഈ കാർത്തേജ് ഇപ്പോൾ ഉള്ളത്. ടുണീഷ്യ, TUNISIA, ടുണീഷ്യ എന്ന സ്ഥലത്താ ഇപ്പൊ കാർത്തേജ് നിലനിൽക്കുന്നത്. അപ്പോ അന്ന് ഫിലോസഫി ഉണ്ടായിരുന്നു. ഈ ഫിലോസഫിക്കാരൊക്കെ ഫിലോസഫി പഠിപ്പിച്ചു കഴിയുമ്പോ അപ്പോസ്തലന്മാരെന്ത് ചെയ്യും? ആ ഹാള് വാടകയ്ക്ക് എടുക്കും. ഈ ഫിലോസഫി പഠിപ്പിക്കുന്ന ഹാള് അപ്പോസ്തലന്മാര് വാടകയ്ക്ക് എടുത്ത് ബൈബിള് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ വിശ്വാസികൾക്ക് കൂടി വരുവാനായിട്ട് ഒരു സ്ഥലമായി. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഇത് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം ഉണ്ടായ കാര്യമാണ്. അപ്പോസ്തലന്മാര് ഈ ഹാള് വാടകയ്ക്ക് എടുത്തിട്ട് ബൈബിള് പഠിപ്പിക്കും. വിശ്വാസികൾക്കൊക്കെ കൂടി വരുവാനായിട്ട് ഒരു സ്ഥലമുണ്ടായി. അന്ന് ചർച്ചുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ 3 ഭൂഖണ്ഡങ്ങളെ ഒരു റോഡുമായിട്ട് ബന്ധിപ്പിച്ചു.
റോമൻ ഭരണകാലത്തെ കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ അത് മുഖാന്തരം യേശുവിന്റെ ജനനം, മിനിസ്ട്രി, മരണം ഇവയെല്ലാം ലോകം മുഴുവൻ അറിഞ്ഞു. യേശുക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ കഴിഞ്ഞു. ആ ഒരു തലമുറ കൊണ്ട് തന്നെ സുവിശേഷം കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറയ്ക്കുവാനായിട്ട് കഴിഞ്ഞു. പൗലോസിനെ കുറിച്ച് പറയുന്നില്ലേ, ലോകത്തെ കീഴ്മേൽ മറിച്ചവൻ ഇവിടെയും വന്നു എന്ന്. അപ്പോ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് വരുവാനുള്ള എല്ലാ കാര്യങ്ങളും വർഷങ്ങൾക്ക് മുന്നേ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പിതാവായ ദൈവത്തിന്റെ കൗൺസിലില് ദൈവം പദ്ധതിയിട്ടതാ. ഈ പദ്ധതി കൗൺസിലില് ഈ പദ്ധതി ഇടുമ്പോ അവിടെ ആരുണ്ടായിരുന്നു? പിശാചും ഉണ്ടായിരുന്നു. പിശാചും ഈ പദ്ധതിയെ കുറിച്ച് കേട്ടിരുന്നു. അപ്പൊ അന്ന് മുതലേ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയില് ജനിക്കാതിരിക്കാനുള്ള പദ്ധതികളെല്ലാം പിശാചും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ പിശാചിന്റെ പദ്ധതിയെ തകിടം മറിച്ചുകൊണ്ട് യഹൂദന്മാരൊക്കെ എല്ലായിടത്തും ചിതറിപ്പോയപ്പോൾ ഇവൻ വളരെ സന്തോഷിച്ചതാ. കാരണം ഈ പിശാചിനറിയാം യഹൂദനിൽ നിന്നാണ് യേശുക്രിസ്തു ജനിക്കുന്നതെന്ന്. അപ്പോ എല്ലാവരും എല്ലായിടത്തേക്കും ചിതറിപ്പോയി കഴിഞ്ഞാൽ ബേത്ലഹേമിലെ നസ്രയത്തിലാണ് യേശുക്രിസ്തു ജനിക്കുന്നത് എന്നുള്ള ആ വചനം നമ്മേക്കാൾ കൂടുതലായിട്ട് പിശാചിനറിയാം. അപ്പോ അവൻ വളരെ സന്തോഷിച്ചു. യഹൂദന്മാരൊക്കെ ഇവിടം വിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജനിക്കും യഹൂദനിൽ നിന്ന്? അപ്പൊ ആ പദ്ധതിയൊക്കെ തകിടം മറിഞ്ഞു എന്ന് ഇവൻ വിചാരിച്ചപ്പോൾ പിതാവായ ദൈവം ഈ അലക്സാണ്ടറിലൂടെ തന്നെ, ഗ്രീക്ക് സാമ്രാജ്യത്തിലൂടെ തന്നെ അവിടെ അലക്സാണ്ടർ എന്ന വലിയ ഫോഴ്സിനെ, ആ വലിയ സൈന്യാധിപനെ എഴുന്നേൽപ്പിച്ച്, അലക്സാണ്ടർ എന്ന ആ ചക്രവർത്തിയെ എഴുന്നേൽപ്പിച്ച് ഈ ഗ്രീക്കിനെ ഇതേപോലെ ഒരുക്കിക്കൊണ്ടുവന്ന് ദൈവം യേശുക്രിസ്തുവിനെ കാലസമ്പൂർണതയിൽ ജനിപ്പിക്കത്തക്കവണ്ണം ദൈവം മറ്റൊരു പദ്ധതി ഇട്ടു. ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കാൻ ഒരു പിശാചിനും സാധിക്കില്ല, ഒരു മനുഷ്യനും സാധിക്കത്തില്ല. അപ്പോ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇതാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള വാഗ്ദത്തം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇത് സാധാരണയായി സാധിക്കുന്ന ഒരു സംഭവമാണോ? സയന്റിഫിക്കലി ഇത് സാധിക്കത്തില്ല, ഒരു കന്യക ഗർഭിണിയാകുക എന്നുള്ളത്. പക്ഷെ ദൈവത്തിന്റെ യെശയ്യാപ്രവചനം 7:14 പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്താണിത്, കന്യക ഗർഭിണിയാകുക എന്നുള്ളത്. ഗർഭിണിയായി. പക്ഷെ ചില വേഴ്സനുകളിൽ ഇവരെന്ത് ചെയ്തു എന്നറിയാമോ? ഈ പരിഭാഷകള് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ചിലയിടത്ത് കാണാം ഈ കന്യക എന്നുള്ളത് യുവതി എന്നാക്കി. യുവതികള് സാധാരണ യുവതി എന്നൊക്കെ പറയുമ്പോൾ യുവതി പ്രസവിക്കുക എന്നുള്ളത് സാധാരണ ആണല്ലോ. പക്ഷേ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുന്നത് ഈ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റില്, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റില് ചെന്ന് കഴിഞ്ഞാൽ അത് പൊതുജനങ്ങൾക്ക് അങ്ങനെ തുറന്നു കൊടുക്കില്ല, ഈ റിസർച്ചുകാർക്കാണ് അത് തുറന്നു കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റില് പാർത്തനോജെനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. പാർത്തനോജെനസിസ്, ഞാൻ അതിന്റെ സ്പെല്ലിംഗ് പറയാം. PARTHENOGENIS. ഒന്നുകൂടെ പറയാം. PARTHENOGENIS. പാർത്തനോജെനസിസ്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർത്തനോജെനസിസ് എന്ന് പറയുന്ന സംഭവം പുരുഷനെ കൂടാതെ ഗർഭാശയത്തില്
ഒരു എഗ് ഉണ്ടാകും. പുരുഷനെ കൂടാതെ സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഒരു എഗ് ഉണ്ടായിട്ട് അത് തനിയെ സ്പ്ലിറ്റ് ആവും. തനിയെ സ്പ്ലിറ്റ് ആയിട്ട് ഒരു ഗർഭസ്ഥ ശിശു ഫോം ചെയ്ത് വളർന്ന് പ്രസവിക്കുന്നു. ഇതാണ് പാർത്തനോ ജനസിസ് എന്ന് പറയുന്നത്. പുരുഷനെ കൂടാതെ തന്നെ ഗർഭാശയത്തില് ഒരു എഗ് ഉണ്ടായിട്ട് അത് തനിയെ സ്പ്ലിറ്റ് ചെയ്ത് ഗർഭസ്ഥ ശിശു ഫോം ചെയ്ത് വളർന്ന് പ്രസവിക്കുന്നു. അപ്പോ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ളത് സയന്റിഫിക്കലി തെളിയിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടുമ്പോൾ എന്ന് പറഞ്ഞ് മറിയമിന് ഒരു പ്രവചനം കൊടുക്കുമ്പോൾ ആ വചനം എന്ന സീല് വിശ്വാസം എന്ന ഓവറിയിൽ പ്രവേശിച്ചപ്പോൾ സംഭവിച്ചതാണ് വിശുദ്ധ ജനനം. പരിശുദ്ധാത്മാവിലൂടെ ആണ് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നത്. ഈ പാർത്തനോജെനസിസിന്റെ പ്രോസസ് ഉണ്ടല്ലോ, അങ്ങനെ ജനിച്ച 6ാമത്തെ ശിശുവായ യേശു ക്രിസ്തു. പക്ഷെ ബാക്കി 5 പേരും പെൺകുട്ടികളായിരുന്നു. ഒരേ ഒരു ആൺകുട്ടി മാത്രമാണ് ജനിച്ചിട്ടുള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. സയൻസ് പറയുന്നുണ്ട് കന്യകാജനനം സാധ്യമാണെന്ന്. നമ്മുടെ ബൈബിളിൽ വ്യക്തമായി ദൈവം പറയുന്നു കന്യകാജനനം സാധ്യമാണ്. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമൊന്നുമില്ല. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഈ കർത്താവിന്റെ വചനം സ്വർഗത്തിൽ പോയി ഈ കന്യ എന്നുള്ളത് തിരുത്തി യുവതി എന്നാക്കിയപ്പോൾ, പക്ഷെ സ്വർഗത്തിലിരിക്കുന്ന വചനം, എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന സ്വർഗത്തിലിരിക്കുന്ന ആ വചനം ആർക്കും സ്വർഗത്തിൽ പോയി തിരുത്തുവാനായിട്ട് കഴിയുകയില്ല. ഭൂമിയിൽ ആരെല്ലാം തിരുത്തി എഴുതിയാലും സ്വർഗത്തിൽ പോയി തിരുത്താത്തിടത്തോളം കാലം ആ വചനം എന്നേക്കും സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം തുടങ്ങുന്നത്, ജനനത്തിന്റെ വചനം തുടങ്ങുന്നത് 2-ാം അധ്യായത്തിലാണ്. ലൂക്കോസിന്റെ 2-ാം അധ്യായത്തിലാണ് തുടങ്ങുന്നത്. അത് ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണം. 2:1 ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തേണമെന്ന് അഗസ്തൂസ് കൈസറുടെ ആജ്ഞ പുറപ്പെട്ടു. അപ്പൊ അത് നിലനിന്നിരുന്ന ഒരു നിയമമായിരുന്നു. അതിനു മുന്നേ കുറേന്യോസ് സുറിയാനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ച് സെൻസസ് എടുക്കുവാനായിട്ട് അഗസ്തോസ് കൈസർ, യേശുവിന്റെ കാലത്തെ ചക്രവർത്തിയായിരുന്നു അഗസ്തൂസ് കൈസർ. അതിനു മുന്നേ തന്നെ ഈ ചാർത്തൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇതുപോലെ ഒരു സെൻസസ് എടുക്കല്. അപ്പോ അതിനായിട്ട് ഈ സെൻസസ് എടുക്കാനായിട്ടുള്ള ആജ്ഞ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മറിയമും യോസഫും അവർ ജനിച്ച ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യാണ്. അപ്പൊ ഇവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ ഗലീലയിൽ നിന്ന് 80 കിലോമീറ്റർ, ഗലീലയിലെ നസ്രയത്തിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഗലീലയിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരത്താണ് യഹൂദിയ എന്ന് പറയുന്ന പട്ടണം. അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വേണം ഇവർക്ക് പോകുവാനായിട്ട്. ഈ പൂർണ്ണ ഗർഭിണിയായ മറിയയും കൂട്ടി യോസഫ് നടക്കുകയാണ്. അന്ന് ഇന്നത്തെ പോലെ നമുക്ക് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ല. ഒരു താമസ സൗകര്യങ്ങൾ, പോകുന്ന വഴിയിലൊന്നും ഒരു താമസ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഇവർ ഇങ്ങനെ പോകുമ്പോൾ ചിലർ വാഹനത്തിനായിട്ട് കഴുതയെ ഉപയോഗിക്കുന്നുണ്ട്. യാത്രാമൃഗങ്ങളെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവർ യാത്ര ചെയ്ത് പോയപ്പോൾ ഈ നിറയെ ജനങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ട്.
അത് മാത്രമല്ല അന്ന് കൂടാര പെരുന്നാളിന്റെ ഒരു സമയമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം നമ്മൾ പറയുന്നത് സാധാരണയായിട്ട് ഡിസംബർ മാസത്തിലാണ് യേശുക്രിസ്തു ജനിച്ചത് എന്നാണ് എല്ലാവരും ആഘോഷിക്കുന്നതും. ഡിസംബർ മാസത്തിലാണ് യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നത്. എന്നാൽ ആ കൂടാര പെരുന്നാളിന്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ആ സമയത്താണ് യേശുക്രിസ്തുവിന്റെ ജനനവും നടക്കുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഇവർക്ക് പ്രസവത്തിന്റെ സമയമായി, മറിയയ്ക്ക് പ്രസവത്തിന്റെ സമയമായപ്പോൾ ഇവർക്ക് ഒരു തങ്ങുവാനായിട്ട് ഒരു വിശ്രമ കേന്ദ്രം കിട്ടിയില്ല. അങ്ങനെ കിട്ടാതെ വന്നപ്പോൾ സഞ്ചാരികൾക്ക് കിടക്കാനായിട്ട് ഖാൻ എന്ന് പറയുന്ന ഈ വിശ്രമ കേന്ദ്രത്തിന് ഖാൻ എന്ന് പറയുന്ന സത്രത്തിന് പറയുന്നത്. അപ്പോ ഇവർ ഒരു സത്രത്തിൽ ചെന്നപ്പോ അവിടെ നിറയെ ആളുകൾ, ഇവർക്ക് കിടക്കുവാനോ വിശ്രമിക്കാനോ ഒന്നും സ്ഥലമില്ലാത്തൊരവസ്ഥ. ഇപ്പോ ഇന്നത്തെയൊക്കെ ആ സത്രത്തിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ പഴയ കാലത്തെ സ്കൂളുകൾ ഉണ്ടല്ലോ, അതിന് അരഭിത്തിയല്ലേ സ്കൂളുകൾക്കൊക്കെ, അരഭിത്തിയാണ് ഉള്ളത്. ഒരു മുഴുവൻ ഭിത്തിയില്ല, വാതിലുകളില്ല, ഇല്ലേ? വാതിലുകൾ പഴയ സ്കൂളുകൾ, LP സ്കൂളുകളൊക്കെ വാതിലുകളില്ലാത്ത അതുപോലെയാണ് ഈ ഖാനിന്റെ അവസ്ഥ, ഈ സത്രത്തിന്റെ ഒക്കെ അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇവർ കയറി. മറിയമിന് സമയമെടുത്തപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇവർ കയറുകയാണ്. പക്ഷെ ഈ സ്ഥലത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഈ യാത്ര ചെയ്ത് മൃഗങ്ങളുടെ പുറത്ത് യാത്ര ചെയ്തു വന്നപ്പോൾ ഈ മൃഗങ്ങളെ എല്ലാം യാത്രാമൃഗങ്ങൾ എവിടെ കെട്ടിയിട്ടുണ്ട്. അതുകൂടാണ്ട് ദൈവാലയത്തില് യാഗങ്ങൾക്കായിട്ട് കൊണ്ടുപോകുന്ന മൃഗങ്ങള് അവിടെയുണ്ട്. ഈ മൃഗങ്ങളെല്ലാം അതുപോലെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൃഗങ്ങൾ ചാണകമിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പരിസരം, വളരെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു പരിസരം. അത് മാത്രമല്ല ആളുകൾ ഭക്ഷണം കഴിച്ച് അതിന്റെ വേസ്റ്റുകളെല്ലാം അവിടെ ഇവിടെ ആയിട്ട് എറിഞ്ഞു കിടക്കുന്ന അങ്ങനെ ഒരു വൃത്തിഹീനമായ സ്ഥലത്താണ് ഇവർ ചെന്ന് പെട്ടിരിക്കുന്നത്. ഒരു സ്ഥലമില്ല, യേശുവിന് ജനിക്കുവാനായിട്ട് ഇവർക്കൊരു സ്ഥലം കിട്ടിയില്ല. അപ്പൊ ആ ഒരു അമ്മയുടെയൊക്കെ ഒരു മാനസിക അവസ്ഥയൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഒരു പ്രൈവസി ഇല്ലാത്തൊരവസ്ഥയൊക്കെ വന്നപ്പോൾ അവിടെയാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനം നടക്കുന്നത്. എന്നിട്ട് യോസഫ് ഈ കുഞ്ഞിനെ എടുത്ത് പുൽത്തൊട്ടിയിലേക്ക് കിടത്തുകയാണ് ചെയ്യുന്നത്. പുൽത്തൊട്ടിയിലല്ല കർത്താവ് യേശുക്രിസ്തു ജനിച്ചത്. എവിടെ എന്ന് വ്യക്തമായി സ്ഥലം പറഞ്ഞിട്ടില്ല. പുൽത്തൊട്ടിയിലേക്ക് യോസഫ് എടുത്ത് കിടത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സ്ഥലത്തിന് ഒരു 1.5 കിലോമീറ്റർ അകലെ ഒരു രാജകൊട്ടാരം ഉണ്ട്. ഈ രാജകൊട്ടാരത്തില് ഈ കന്യകയ്ക്ക് പ്രസവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങള്, ഒരു രാജാവ് ജനിക്കുമെന്നുള്ള ഈ രാജാവ് ജനിക്കുമെന്നുള്ള ഇവർ നോക്കിയിരിക്കുന്ന മശിഹായ്ക്ക് വേണ്ടിയിട്ട് രാജകൊട്ടാരത്തിൽ, ഒരു രാജാവ് ജനിക്കുമ്പോൾ രാജകൊട്ടാരത്തിലല്ലേ ജനിക്കുന്നത് എന്നൊരു ചിന്തയോടുകൂടി ഈ 1.5 കിലോമീറ്റർ അകലെയുള്ള രാജകൊട്ടാരത്തിൽ വലിയ ഒരുക്കങ്ങൾ നടക്കുക. എന്തിന്? ഈ രാജകുമാരന്റെ ജനനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഈ രാജാവ് ഇവിടെ ജനിച്ചു, അത് ആരും അറിഞ്ഞില്ല. അപ്പോ ഈ കുഞ്ഞിനെ എടുത്ത് അവർ യോസഫ് പുൽത്തൊട്ടിയില് കിടത്തി. ആ കാലത്ത്, ഈ യേശുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന 2 പുരോഹിതന്മാരായിരുന്നു ഹന്നാവും കയ്യഫാവും. 2 പുരോഹിതന്മാരുണ്ടായിരുന്നു അന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് റോമാക്കാരായി ഈ പുരോഹിതന്മാരെ വാഴിക്കുന്നത്. റോമാക്കാരുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് റോമാക്കാരാണ് പുരോഹിതന്മാരെ വാഴിക്കുന്നത്, ഹന്നാവും കയ്യഫാവും. പക്ഷെ ശരിക്കും അന്ന് ഹന്നാവ് ആയിരുന്നു അന്നത്തെ പുരോഹിതൻ. പക്ഷെ ഹന്നാവിനെ നീക്കിയിട്ട് കയ്യഫാവിനെ മഹാപുരോഹിതനാക്കി ഇവർ നിയമിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവര് മരുമകനും അമ്മായിയപ്പനുമാണ്. ഇവരതങ്ങോട്ട് പകത്തെടുത്തു. കയ്യഫാവ് മരുമകനും ഹന്നാവ് അമ്മായിയപ്പനുമാണ്. അപ്പൊ ഇവര്
സ്ഥാനം ഇവരങ്ങ് പകുത്തെടുത്ത എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്സും മിനിസ്ട്രിയും ഒക്കെ ഹന്നാവിന് കൊടുത്തു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കുർബാന എല്ലാം കയ്യഫാവും എടുത്തു. അങ്ങനെ ഇവര് പകുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഇവര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുവൻ ഒരാടിനെ യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ടമി എന്ന് പറയും, ഈ പുരോഹിതന്മാര് ടമി എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയും. ടമി എന്ന് പറഞ്ഞാൽ അത് അശുദ്ധമാണെന്ന്, ഊനമുണ്ടെന്ന്. ഊനമില്ലാത്തതിനെയാണല്ലോ യാഗം കഴിക്കേണ്ടത്. അപ്പൊ ഇതിന് ഊനമുണ്ട് എന്ന് പറഞ്ഞ് ഇത് അശുദ്ധമാണ് എന്ന് പറഞ്ഞ് ടമി എന്ന വാക്ക്, ഹീബ്രു വാക്കാണ് ടമി എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് ശുദ്ധിയില്ലാത്തതാണ് എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയും. അപ്പോ ഈ യാഗം കഴിക്കുവാൻ വന്നയാള് എന്ത് ചെയ്യും? കടയിൽ ചെന്ന് ഒരാടിനെ വാങ്ങിക്കും. കടയിൽ ചെന്ന് ഒരാടിനെ വാങ്ങിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുരോഹിതന്മാര് ഈ കച്ചവടം നടത്തുന്നുണ്ട്. പുരോഹിതന്മാര് അവിടെ കട തുടങ്ങിയിട്ടുണ്ട്. ഈ കടയില് യാഗത്തിനുള്ള സകല സംഭവങ്ങളും ഈ കടയിൽ കിട്ടും. ജനുവോത്ത് എന്നാ പറയുന്ന ഈ ഷോപ്പിന്, ജനുവോത്ത് എന്നാ പറയുന്നത്. അപ്പൊ ഈ ജനുവോത്ത് ചെന്ന് കഴിഞ്ഞാൽ യാഗങ്ങൾക്കുള്ള മുഴുവൻ സാധനങ്ങളും കിട്ടും. അത് ഈ പുരോഹിതന്മാർ നടത്തുന്ന സംഭവമാണ്. അത് മാത്രമല്ല, ഇവര് നടത്തുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കന്നുകാലികള് ബേത്ലഹേമില് നിറയെ പുൽത്തകിടികളാ. അപ്പൊ ഗലീല മുതല് ഇവര് ഈ പശുക്കളെ, ഈ കന്നുകാലികളെ, മൃഗങ്ങളെ കെട്ടിയിട്ടുണ്ട്. എന്തിനാ? ഈ യാഗങ്ങൾക്കുള്ള. അവിടെ ചെന്ന് ആളുകള് ഈ മൃഗങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് യാഗം കഴിക്കും. അപ്പൊ അവർക്ക് ഇതൊക്കെയാണ് ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഈ പുരോഹിതന്മാരുടെ ബിസിനസ് ഇതൊക്കെയാണ്. അപ്പൊ ഈ യാഗം കഴിക്കുവാനായിട്ട് ആടുകളെ നിറയെ ഇവര് കെട്ടിയിട്ടുണ്ടല്ലോ. ആടുകളെ എല്ലാം സംരക്ഷിക്കുവാനായിട്ട് ആളുകളെ, ഇടയന്മാരെ ഏൽപ്പിക്കും. ഈ പുരോഹിതന്മാര് ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഈ ആടുകളെ സംരക്ഷിക്കുവാനായിട്ട് ഇടയന്മാരെ ഏൽപ്പിക്കും. അപ്പൊ ഈ ഇടയന്മാര്, അപ്പൊ ഈ യെരുശലേമിലാണ് ഈ സംഭവം. ഇവരെന്ത് ചെയ്യുന്നറിയാം? ഈ ഇടയന്മാര് ആടുകളെ കാത്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. യേശുവിന്റെ ജനന സമയത്ത് ആടുകളെ സംരക്ഷിച്ചുകൊണ്ട് ഇടയന്മാര് അവിടെ ഓപ്പൺ ഗ്രൗണ്ടിലാണ് ഈ ആടുകളെ കെട്ടിയിരിക്കുന്നത്. അപ്പൊ അവര് കിടക്കുന്നതും ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ തന്നെയാണ്, ആടുകളെ സംരക്ഷിച്ചുകൊണ്ട്. നമ്മൾ വായിക്കുന്നല്ലോ, എന്നാ 2:14 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അപ്പോ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇതാണ് ഈ ആട്ടിടയന്മാരോടാണ് യേശു ക്രിസ്തുവിന്റെ ജനന വാർത്ത ഏറ്റവും ആദ്യം ദൈവം അറിയിച്ചത്. അപ്പോ ഇങ്ങനെ യാഗത്തിനായി കൊണ്ടുവരുന്ന ആടുകളെ, കെട്ടിയിട്ടിരിക്കുന്ന ആടുകളെ സംരക്ഷിക്കാനായി കിടന്ന ആട്ടിടയന്മാരോടാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിയിച്ചത്. അവർ ഈ ഓപ്പൺ ഗ്രൗണ്ടില് പുറത്ത് ആടുകളെ സംരക്ഷിച്ചുകൊണ്ട് കിടന്നിരുന്നു. അവരന്നിട്ട് ചെന്നിട്ട് എല്ലാവരോടും ഈ വാർത്ത അറിയിക്കുകയാണ് ചെയ്യുന്നത്, യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള. ആദ്യം അവര് പോയി ശിശുവിനെ കണ്ടിട്ട് വീണ്ടും ഈ വാർത്ത
അറിയിക്കുകയാണ്, മറ്റുള്ളവരോടെല്ലാം ചെന്നിട്ട് വാർത്ത അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോ ആ ഒരു കീട്ടുവസ്ത്രം ധരിച്ചു കിടക്കുന്ന യേശുവിനെയാണ് ഇവര് കാണുന്നത്. നമ്മൾ സാധാരണയായി പലരും പറയുന്ന ഒരു സംഭവം അല്ലേ, നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഇത്രയേറെ ദരിദ്രനായി ജനിക്കുകയാണ് ചെയ്തത്. നമ്മൾ പലപ്പോഴും പറയും, പല കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇങ്ങനെ ഇന്ന അവസ്ഥയായിരുന്നു, എന്റെ അവസ്ഥ ഇതാണ്, എനിക്ക് എന്നാ ആത്മീയമായി വളരുവാനുള്ള സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ പഠിക്കുവാനുള്ള സാഹചര്യം ഇല്ല, എന്റെ അവസ്ഥ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിലും വലിയ സാഹചര്യം നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അത്രയേറെ ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു അവസ്ഥയിലാണ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്. അതെന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി. അപ്പൊ കർത്താവ് പറയും, എന്റെ കുഞ്ഞെ, ഞാൻ ജനിച്ച് വളർന്ന അവസ്ഥയൊക്കെ ഒന്ന് നോക്കിക്കേ. ആ ഒരു അവസ്ഥയൊന്നും, അത്രയും വലിയ ഒരു അവസ്ഥയൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നത്, തൈരും തേനും കുടിച്ചാണ് യേശുക്രിസ്തു വളർന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. തൈരും തേനും കഴിച്ച്. തൈരും തേനും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇത്രയും നല്ലൊരു ഭക്ഷണം എന്താ ഉള്ളത് അല്ലേ? തൈരും തേനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ വലിയ നല്ല നല്ല ഭക്ഷണമല്ലേ. പക്ഷെ തൈരും തേനും എന്നുള്ളത് ഒരു ഹീബ്രു ഇഡിയം ആണ് എന്നാണ് പറയുന്നത്. ഹീബ്രു ഇഡിയം, അതായത് എന്നാ പറയണ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ആന്റി? ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ക്ഷമയുടെ നെല്ലിപ്പലക. അവിടെ നെല്ലിയുണ്ടോ പലകയുണ്ടോ? ഇതൊന്നുമില്ലല്ലോ. അതിങ്ങനെ നമ്മൾ സാധാരണയായി പറയുന്നൊരു ഇതാണ്, എന്നാണ്, ഇഡിയമാണ് ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറഞ്ഞ പോലെ ഈ തൈരും തേനും അതെന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ലൈനാ. ഏറ്റവും ദാരിദ്ര്യ അവസ്ഥയിൽ കിടക്കുന്നവർ കഴിക്കുന്ന ഭക്ഷണമാണ്. തൈരും തേനും അല്ല, അതങ്ങനെ പറയുന്നതാണ്, അങ്ങനെ ഒരു ഭാഷയാണ്, ഒരു ഇഡിയമാണ്, യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു ഇഡിയമാണിത് തൈരും തേനും. അത് ഏറ്റവും ദാരിദ്ര്യമായ അവസ്ഥയിൽ കിടക്കുന്ന ആളുകൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അതാണ് യേശുക്രിസ്തു തൈരും തേനും കഴിച്ചാണ് ജീവിച്ചത്. അത്ര ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു കർത്താവ് ജനിച്ചത്, അത് നമുക്ക് വേണ്ടി. അപ്പോ അങ്ങനെ അവർ ശിശുവിനെ ചെന്ന് കാണുകയും അവർ എല്ലാവരോടും ഈ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പ്രസ്താവിക്കുവാനായിട്ട് ആട്ടിടയന്മാരെല്ലായിടത്തും ഈ സുവിശേഷം ചെന്ന് പറയുകയും ചെയ്തു. ജ്ഞാനികൾ, അനേക ജ്ഞാനികൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? എത്രയോ ജ്ഞാനികൾ ഉണ്ടായിരുന്നു അവിടെ. അവരോടൊന്നും അല്ല കർത്താവ് ഈ സുവിശേഷം അറിയിക്കുവാനായിട്ട് പറഞ്ഞത്. ആദ്യം ആട്ടിടയന്മാരാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനായിട്ട് ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. വീണ്ടും ആ യേശുവിന്റെ ജനനത്തില് ആദ്യം പറഞ്ഞതുപോലെ ഈ വിദ്വാൻമാർക്കാണ് ഈ നക്ഷത്രം വെളിപ്പെട്ടത്. യേശുക്രിസ്തു ജനിച്ചു എന്നുള്ള നക്ഷത്രം വെളിപ്പെട്ടത് ആട്ടിടയന്മാരെ കൂടാണ്ട് ആ വിദ്വാൻമാർക്കാണ് ഇത് വെളിപ്പെട്ടത്. പറഞ്ഞല്ലോ കൂടാര പെരുന്നാളിന്റെ സമയത്തായിരുന്നു എന്ന്. അങ്ങനെ ആ വിദ്വാൻമാര് പൊന്നമൂര്, കുന്തിരിക്കം ഇവയുമായിട്ട് കർത്താവിനെ ചെന്ന് കാണുവാനായിട്ട് ഇടയായി. അങ്ങനെ കണ്ട കർത്താവിനെ നമസ്കരിച്ചു. അപ്പോ ഈ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. എന്താ ഈ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്? സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് പുരുഷനെ കൂടാതെ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവനാണ്. പുരുഷനെ കൂടാതെ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവനാണ് സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. അത് ജഡത്താലല്ല, ആത്മാവിൽ പുത്രനായ ക്രിസ്തു, ആത്മാവിൽ ജനിച്ചിരിക്കുന്നത്. അപ്പോ ഈ സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറയുന്നത് പിശാചിന്റെ പദ്ധതികളെ, അതായത് മനുഷ്യനെ നശിപ്പിക്കുവാനുള്ള പിശാചിന്റെ പദ്ധതികളെ തകർക്കുന്നതിനെയാണ് തല തകർക്കുക എന്ന് പറയുന്നത്. സർപ്പത്തിന്റെ തല തകർക്കുക എന്നുള്ളത് ഈ പിശാചിന് വലിയ പദ്ധതിയാ. ഈ മനുഷ്യനെ നശിപ്പിക്കുവാനുള്ള പദ്ധതികളൊക്കെ അവൻ പല രീതിയിലും അവൻ യേശുക്രിസ്തു ഈ ഏകദൈവ വിശ്വാസമൊക്കെ യഹൂദന്മാരിലൂടെയല്ല ഏകദൈവ വിശ്വാസം എല്ലാം വന്നപ്പോൾ ഈ ഗ്രീക്ക് സാഹിത്യത്തിലൂടെ എല്ലാം തിയോളജിയിലൂടെ എല്ലാം അവൻ ബഹുദൈവ ആരാധന കൊണ്ടുവന്നു.
ബഹുദൈവ ആരാധന കൊണ്ടുവന്നിട്ട് ഓരോ കാര്യത്തിനും ഓരോ ദൈവങ്ങളായിരുന്നു ഗ്രീക്കില്. അപ്പൊ ഈ പദ്ധതിയെ തകർക്കാൻ അവന് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോ ദൈവം മറ്റൊരു പദ്ധതിയിലൂടെ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി. അത് ദൈവത്തിന്റെ പദ്ധതി തന്നെ വിജയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോ മനുഷ്യൻ എങ്ങനെയാ? ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവില്. ഇങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ദൈവം എവിടെയാ ജീവിക്കുന്നത്? ദൈവം ഒലാ ഹബായിലാ ജീവിക്കുന്നത്. ഒരു സ്പിരിച്വൽ വേൾഡിലാണ് ദൈവം ജീവിക്കുന്നത്. ആ ദൈവമാണ്, ആ ദൈവത്തിന്റെ സ്റ്റേജിൽ നിന്ന് താണ സ്റ്റേജിലേക്ക് ദൈവം ഇറങ്ങി വന്നു. ആ മനുഷ്യന്റെ ആ ദേഹം, ദേഹി, ആത്മാവെന്ന ആ മനുഷ്യന്റെ ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം ആ ദൈവത്തിന്റെ സ്റ്റേജിൽ നിന്ന് താണ സ്റ്റേജിലേക്ക് ദൈവം വന്നാണ് ദൈവം മനുഷ്യനെ രക്ഷിച്ചത്. അപ്പോ നമുക്ക് കാതലായ ഭാഗങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കാം.